ഇന്ന് ഞാൻ ചെറിയൊരു വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചാന്ദിനി ചൗക്കിലേക്ക് പോവാം. അപ്പോൾ ഇവിടുന്ന് മെട്രോ പിടിച്ച് അവിടെ ഇറങ്ങി ഒരു റിക്ഷ പിടിച്ച് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടെത്തിച്ച ലൊക്കേഷൻ തെറ്റായിപ്പോയി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് എവിടെയാണ് എത്തിപ്പെട്ട. ഒരു അത്ഭുതകരമായ ഒരു ലോകം തന്നെ എന്ന് പറയാം. ചെറിയ ചെറിയ ഷോപ്പുകൾ. അപ്പോഴാണ് മനസ്സിലായത് ഇത് മുഴുവൻ അരീൻ്റെ ബിസിനസ് ഉള്ള അരീൻ്റെ ഹോൾസെയിൽ ഷോപ്പുകളാണ്. എല്ലാം ചെറിയ ചെറിയ കടകളാണ്. എന്നിട്ട് അവിടെ ഡിഫറൻറ്റ് എന്താ പറയുക കുറേ വെറൈറ്റി അരികൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട് ഷോപ്പിൻ്റെ മുമ്പിൽ ഇന്ന പേരുകളോ എല്ലാം. അപ്പം ഞാനിങ്ങനെ കുറച്ച് കടകളിലൊക്കെ ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ്, എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണെന്നൊക്കെ. കൂടുതലായിട്ട് സാധനങ്ങൾ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ചെറിയ ചെറിയ കടകളാണെങ്കിൽ ഇവിടെയൊക്കെ ശരിക്കും കോടിക്കണക്കിന് ബിസിനസ്സിൻ്റെ ഉടമകളാണ് കേട്ടോ ഇവരൊക്കെ. ഞാൻ കുറച്ച് ഷോപ്പുകളിൽ ചോദിച്ചു നമ്മുടെ മട്ട റൈസ് കിട്ടുമെന്ന്. പക്ഷെ മട്ട റൈസ് ആ ചോദിച്ച ഷോപ്പുകളിലൊന്നും കിട്ടുന്നില്ല. പിന്നെ ബോയിൽഡ് റൈസ് കിട്ടുന്നുണ്ട്, ബോയിൽഡ് പൊന്നി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ ഉണ്ട അരിയല്ല, വേറൊരു ബോയിൽഡ് റൈസിലെ അതും കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചിങ്ങനെ നടന്ന് ആ അരിയുടെ മാർക്കറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ എത്തിപ്പെട്ടത് പരിപ്പുകളുടെയും പിന്നെ മസാലകളുടെയും പിന്നെ ഡ്രൈ ഫ്രൂട്ടുകളുടെയൊക്കെ ഒരു മാർക്കറ്റിലേക്കാണ്. ഇത് നയാ ബസാർ എന്നും ഇതിനെ പറയും. പിന്നെ ശരിക്കും പറയുന്ന പേര് ഖാരി ബൗലി മാർക്കറ്റ് എന്നാണ്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മസാലകളുടെയും ഡ്രൈ ഫ്രൂട്ടുകളുടെയും മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ചാന്ദിനി ചൗക്കിൽ വന്നു കഴിഞ്ഞാൽ കുറേ ഇങ്ങനത്തെ ഹോൾസെയിൽ മാർക്കറ്റുകളിൽ കാണാൻ പറ്റും. തുണികളുടെയും ഇലക്ട്രോണിക്സിൻ്റെയും പിന്നെ ഇതേപോലെ ധാന്യങ്ങളുടെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ. പിന്നെ നമുക്ക് കൂടുതൽ എല്ലാത്തരം സാധനങ്ങളുടെയും ഹോൾസെയിൽ മാർക്കറ്റ് കാണണമെങ്കിൽ ചാന്ദിനി ചൗക്കിൽ വരണം. ഞങ്ങൾ 10 വർഷമായി ഡൽഹിയിൽ നിൽക്കുന്നത്. എന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് സന്ദർശിക്കുന്നത് കേട്ടോ. ഈ ഖാരി ബൗലി മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വെറും മാർക്കറ്റല്ല കേട്ടോ. നൂറ്റാണ്ടുകളുടെ വ്യാപാര പാരമ്പര്യത്തിൻ്റെ ജീവനുള്ള കഥയാണ്. അങ്ങനെ കുറേ ഞങ്ങൾ നടന്ന് പിന്നെ കുറേ ഷോപ്പുകളിലൊക്കെ വിലയൊക്കെ ചോദിച്ചു. പിന്നെ നെയ്യുണ്ട് കേട്ടോ, കുറേ ഷോപ്പുകളിൽ നെയ്യ്, പിന്നെ എണ്ണകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഓരോ ഷോപ്പുകളിലും നമ്മളിങ്ങനെ പൈസ ഇങ്ങനെ ചോദിക്കണം എത്രയാണ് വില എന്നുള്ളത്. അങ്ങനെ ഓരോ ഷോപ്പുകളിലും കയറി ചോദിച്ച് അതൊന്ന് നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത പീഡിയയിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പഴയൊരു ബിൽഡിംഗ് കണ്ടു, ഒരു ധർമ്മശാലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഡൽഹിയൊക്കെ സന്ദർശിക്കാൻ വരുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു AC റൂമിന് 600 റുപ്പീസാണ്. പഴയ ഡൽഹിയുടെ യഥാർത്ഥ ജീവിത സ്പന്ദനം നമുക്ക് അറിയണമെങ്കിൽ ഈ ഗലികളിലൂടെയും ചാന്ദിനി ചൗക്കിലുള്ള ഈ ഒരു ചെറിയ ചെറിയ വഴികളിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എന്ന്. ഞങ്ങൾ ആദ്യം അന്വേഷിച്ച് നടന്ന സ്ഥലം ഇതായിരുന്നു. പക്ഷേ പിന്നെ മനസ്സിലായി അതായിരുന്നു യഥാർത്ഥ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന്. അവിടെ നിന്ന് സാധനം വാങ്ങി ഇവിടെ വിൽക്കുന്നതാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെയും ഡ്രൈ ഫ്രൂട്ട്സും ധാന്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഒരു മായിക ലോകവും അവിടുത്തെ തിരക്കുകളും പിന്നെ കച്ചവടത്തിൻ്റെ സ്പന്ദനങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. അങ്ങനെ ഏകദേശം ഒരു 1:30 ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് കേരള ഹൗസിലേക്ക് പോയി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.